Write the next heading, that is heat engine. Did you write the next heading as heat engine? Heat engine. Now we're going to speak about engines. നമ്മളുടെ ഇപ്പോഴുള്ള ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം സഹായിച്ച, അതായത് ഹ്യൂമൻസിനെ വളരെയധികം സഹായിച്ച ഒരു ഇൻവെൻഷനാണ് എഞ്ചിൻ. ഫാക്ടറീസിലും അതേമാതിരി നമ്മളുടെ മെഷീൻസിലും അതേമാതിരി തന്നെ വെഹിക്കിൾസിലൊക്കെ എൻജിൻസ് എന്ന് പറയുന്ന ഒരാളെ റോള് വളരെ ക്രൂഷ്യൽ ആണല്ലേ, ആണോ? Yes, sir. Yes, sir. Therefore, നമ്മൾ കരുതുന്ന പോലെയല്ല ആക്ച്വലായിട്ട് എന്ത് ചെയ്യുന്നതിനാല് നമ്മൾ ഈ എഞ്ചിനൊക്കെ ഉണ്ടായത്. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തിലെ ഭരണാധികാരിയോ, അല്ലെങ്കിൽ ഇപ്പം എലിസബത്ത് രാജ്ഞിയാണെങ്കിൽ എലിസബത്ത് രാജ്ഞി പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു എനിക്കിങ്ങനെ പണിയെടുക്കാനൊന്നും ആവില്ല, അല്ലെ എനിക്ക് ഇങ്ങനെ കുതിരേന്റെ മേലൊക്കെ പോകുന്ന ഇഷ്ടമായില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നിങ്ങൾ നേരെ ഈ സാധനങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടാണോ ആൾക്കാർ എഞ്ചിൻ ഉണ്ടാക്കിയത്? ആണോ? ഒരു സുപ്രഭാതത്തിൽ നേരെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കണം അങ്ങോട്ട് തീരുമാനിച്ചു, പിന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുകയാണോ ചെയ്തത്? യെസ് ഓർ നോ? No. നമുക്ക് അങ്ങനെയാണ് ആഗ്രഹമുള്ളതെങ്കിലും ആക്ച്വലായിട്ട് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നാൽ ഇതേമാതിരി തന്നെയുള്ള ഒരു ഐഡിയ, ചെറിയൊരു സ്പാർക്ക് മാതിരി ഒരു ഐഡിയ, അതായത് ഇങ്ങനെ മടിയന്മാര് വർക്ക് ഇങ്ങനെ ചെയ്യുന്ന ആളുകള് എന്തുകൊണ്ട് ഇതേപോലത്തെ വർക്കിനെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിലെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മെല്ലെ മെല്ലെ ഉണ്ടായിട്ട് അതിനെ പിന്നെ വേറെ കുറെ ആളുകൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു, പിന്നെ അതിനെ വേറെ കുറെ ആളുകൾ എക്സ്പാൻഡ് ചെയ്തു, അങ്ങനെ പോയിട്ടാണ് നമ്മളുടെ ഈ മോഡേൺ ഡേ പെട്രോൾ എഞ്ചിൻ ഡീസൽ എഞ്ചിനൊക്കെ എത്തി നിൽക്കുന്നത്. അപ്പം അവിടെ എന്ത് ചെയ്യുന്നാല് ഫസ്റ്റ് ഒരു ഐഡിയ ആണുള്ളത്. അപ്പൊ ആ ഐഡിയയുടെ കാര്യത്തിനെ വെച്ചിട്ടാണ് നമ്മളിപ്പോ തുടങ്ങുന്നത്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് എന്താണെന്നാല് എക്സ്റ്റേണൽ ഹീറ്റിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്കൊരു വർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിവൈസിനെയാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. അതായത് in order to speak about a heat engine, we have to consider, or we have to draw a square over here. Then we have to draw a circle over here. Circle and square ആവണം നിർബന്ധമൊന്നുമില്ല. Then we'll draw another square over here. Heat engine നെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു. എന്നിട്ട് the upper square is our source, which is of T1 temperature. മേലെ ഈ വരച്ച സ്ക്വയറിനെ ഞാൻ സോഴ്സ് എന്ന് വിളിച്ചു. അതൊരു T1 ടെമ്പറേച്ചറിലുള്ള ഹൈ ടെമ്പറേച്ചർ ബോഡിയാണ്. വളരെയധികം ടെമ്പറേച്ചർ കൂടിയൊരു സാധനം. ഹൈ ടെമ്പറേച്ചർ ബോഡി, ഇറ്റ് ഈസ് കോൾഡ് ആസ് സോഴ്സ്. ആൻഡ് താഴെയുള്ള ആളെ നമ്മൾ സിങ്ക് എന്ന് വിളിച്ചു. സിങ്ക് എന്ന് പറയുന്നത് T2 ടെമ്പറേച്ചറിലുള്ള ഒരു ലോ ടെമ്പറേച്ചർ ബോഡി. What is source? It is a high temperature body which is at a temperature of T1. What is sink? It is a low temperature body which is at a temperature of T2. Here we are having working substance. Engine എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ സോഴ്സിൽ നിന്ന് ഒരു Q1 ഹീറ്റിനെ extract ചെയ്യും. What the engine will do is it will extract a Q1 heat from source. ചൂടുള്ള ഹൈ ടെമ്പറേച്ചർ ഉള്ള സോഴ്സിൽ നിന്ന് ഒരു Q1 ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഒരു W വർക്ക് പുറത്തേക്ക് ചെയ്യും. ബാക്കി വരുന്ന Q2 ഹീറ്റിനെ എന്ത് ചെയ്യുന്നാല് സിങ്കിലേക്ക് കൊടുക്കും.
This is what an engine is doing. What's the actual role of engine? Engine will extract a Q1 heat and it will perform a W work. The remaining heat Q2 it is given to the sink. ഇങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് ഇങ്ങനെ ഈ പ്രോസസ്സ് നടത്തിയിട്ട് എക്സ്റ്റേണൽ വർക്കിന് എങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസിന് ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ആദ്യം വന്നത്. അതില് Q1 ഹീറ്റ് ആണ് ഏറ്റവും വലുത്. അതായത് ഇതിൽ നിന്ന് കണ്ടമാനം ഹീറ്റിനെ വലിച്ചെടുക്കും. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി. അതിൽ നിന്ന് ആ ഹീറ്റിൽ കുറച്ച് ഹീറ്റിനെ വർക്കായി കൺവേർട്ട് ചെയ്തിട്ട് ബാക്കി ഹീറ്റിനെ എവിടേക്ക് കൊടുക്കും? സിങ്കിലേക്ക് കൊടുക്കും. അതില് സോഴ്സ് എന്ന് പറയുന്നത് ഡിഡ് ഐ സേ ഇറ്റ് ഇസ് എ ലോ ടെമ്പറേച്ചർ ബോഡി ഓർ എ ഹൈ ടെമ്പറേച്ചർ ബോഡി? It's a high temperature body. Sink is a low temperature body. ഈ സോഴ്സിന്റെയും സിങ്കിന്റെ ഒക്കെ പ്രത്യേകത എന്താ പറഞ്ഞാല് അതിന് ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എൻട്രൻസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് സ്പെസിഫിക് കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ടെമ്പറേച്ചർ മാറുന്നാണോ ടെമ്പറേച്ചർ മാറൂല എന്നാണോ പഠിച്ചത്? നമ്മൾ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇൻഫിനിറ്റ് സ്പെസിഫിക് കപ്പാസിറ്റി ആണെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്താൽ അതിന്റെ ടെമ്പറേച്ചർ മാറില്ല എന്നല്ലായിരുന്നോ? അതേപോലെയാണ് ഈ സോഴ്സും സിങ്കിന്റെ ഒക്കെ സ്ഥിതി. The source and sink they are of infinite thermal capacity. What's the infinite thermal capacity എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സിന്റെ അടുത്ത് നിന്ന് ഇനി എത്ര ഹീറ്റിനെ വലിച്ചെടുക്കുകയാണെങ്കിലും സോഴ്സിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, മാറൂല. സിങ്കിലേക്ക് എത്ര ഹീറ്റിന് കൊടുക്കുകയാണെങ്കിലും സിങ്കിന്റെയും ടെമ്പറേച്ചർ എന്ത് ചെയ്യില്ല, മാറൂല. അപ്പൊ വെറുതെ നമുക്ക് ഈ ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാന്നാല് ഈ സോഴ്സ് എന്ന് പറയുന്ന ആള് നമ്മളിപ്പം ബിൽഗേറ്റ്സ് ആണ് വിചാരിച്ചു. ബിൽഗേറ്റ്സിനെ നമുക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ഹി വാസ് ദ വെൽത്തിയസ്റ്റ് മാൻ ഓൺ എർത്ത് അല്ലെ? വാസ് ആണോ ഈസ് ആണോ എനിക്കറിയില്ല. എന്തായാലും എനിക്കിപ്പോ ബിൽഗേറ്റ്സിനാണ് പരിചയമുള്ളത്. അതുകൊണ്ട് ബിൽഗേറ്റ്സിനെ കണ്ടപ്പോ ഞാൻ വെറുതെ ബിൽഗേറ്റ്സിനോട് ചോദിച്ചു, എനിക്കൊരു 100 രൂപ തരുമോ ചോദിച്ചു. അയാള് 100 രൂപയല്ലേ ചോദിച്ചത്, അയാൾ കൂടെ തന്നു. അങ്ങനെയാണ് അയാളുടെ അക്കൗണ്ടന്റ് അയാളെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ മൊത്തം മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചോദിച്ച എമൗണ്ടിനോട് അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് വലിയ മാറ്റമൊന്നും വരില്ലല്ലോ. ഇനിയിപ്പോ ബിൽഗേറ്റ്സിന് അടുത്ത് ഞാൻ ഒരു 1000 rupees മേടിക്കുകയാണെങ്കിലും ഇറ്റ് വോണ്ട് ചേഞ്ച് എനി കൺസിഡറബിൾ തിങ് ഇൻ ദിസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. അതേമാതിരിയാണ് ഈ സോഴ്സിന്റെ പ്രത്യേകത. ഹീറ്റ് വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ടെമ്പറേച്ചറിന് വലിയ മാറ്റമൊന്നും വരില്ല. അതേമാതിരി സിങ്ക്. ഇനിയിപ്പം ബിൽഗേറ്റ്സിനോട് ഞാൻ കണ്ടപ്പോൾ ഞാൻ വെറുതെ ബിൽഗേറ്റ്സ് എനിക്ക് പൈസ തരില്ല എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതിനോട് ഞാൻ പറഞ്ഞു ഒരു 100 രൂപ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വെച്ചോളിയാണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ +100 എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേമാതിരി തന്നെയാണ് സിങ്കിന്റെ പ്രത്യേകത. സിങ്കിലേക്ക് എത്ര ഹീറ്റ് കൊടുക്കുകയാണെങ്കിലും സിങ്കിന്റെ ടെമ്പറേച്ചർ മാറില്ല. അപ്പം ഇങ്ങനെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ എടുത്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന, ഇങ്ങനെ ഹീറ്റിനെ വലിച്ചെടുത്ത് കുറച്ച് വർക്കായി കൺവേർട്ട് ചെയ്ത് ബാക്കി ഹീറ്റിനെ സിങ്കിലേക്ക് കൊടുക്കുന്നത്, അങ്ങനെ സീക്വൻഷ്യൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. അപ്പം വാട്ട് ഇസ് ഹീറ്റ് എഞ്ചിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇസ് എ thermodynamical device. It's a thermodynamical device which will extract Q1 heat, from the source, performs an external work W, and release Q2 heat to the sink.
That's the definition of our heat engine. A device which extracts Q1 heat from the source, performs an external work W, and release Q2 heat to the sink. Below that you can write efficiency of heat engine. The next thing that you have to write is efficiency of heat engine. Did you write the efficiency of heat engine? Yes, sir. Efficiency Yes. of heat engine. So സിങ്കിനാണോ maximum thermal capacity ഉള്ളത്? രണ്ടിനും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി ആണ്. രണ്ടിനും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. അതായത് no matter how much amount of heat you are extracting from the source, its temperature will not decrease. സിങ്കിന്റെ പ്രത്യേകത no matter how much heat you are supplying to the sink, its temperature will not increase. അപ്പൊ രണ്ടിനും ഇൻഫിനിറ്റ് തെർമൽ കപ്പാസിറ്റി. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാന്നാല് we have to speak about efficiency of heat engine. Efficiency of heat engine എന്ന് പറയുന്നത് it is denoted by the letter eta. Efficiency, it is actually ratio. It is the ratio of work done to the heat absorbed. അപ്പം efficiency എന്ന് പറയുന്നത് വർക്ക് ഡണ്ണും ഹീറ്റ് അബ്സോർബ്ഡിന്റെയും റേഷ്യോ ആണ്. ദിസ് ഇസ് ദ എഫിഷ്യൻസി. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ Q1 ഹീറ്റ് ആണ് W വർക്കും Q2 ഹീറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ? ആണോ? Therefore, we could write W is equal to Q1 minus Q2, isn't it? Q1 heat കുറച്ച് വർക്കും ബാക്കി Q2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് Q1 is equal to W plus Q2. അങ്ങനെയാണ് W is equal to Q1 minus Q2. എഴുതി കൂടെ? Yes. Therefore, we could write eta is equal to Q1 minus Q2 divided by Q1. That is, we could write eta is equal to Q1 by Q1 minus Q2 by Q1. അതിനെ 1 minus Q2 by Q1 എന്ന് എഴുതി കൂടെ? Can we write like this? Therefore, this is the equation that we have to remember for efficiency of a heat engine. What's the efficiency of heat engine? Can you say the equation? 1 minus Q2 by Q2 by Q1. Eta is equal to 1 minus Q2 by Q1. What is Q2? What is Q2? Released. It is heat released to the sink. What is Q1? Absorbed. Heat Extracted absorbed from the source, isn't it? Q1 is heat absorbed from the source and Q2 is heat released to the sink. What is efficiency? It is denoted by the letter eta. Can you say the SI unit for efficiency? Can you say the SI unit for efficiency? No saying. It's not having any SI unit because efficiency is the ratio of W and Q1 means joule by joule. Joule by joule എന്ന് പറയുമ്പോൾ no SI unit അല്ലേ? അതൊരു ന്യൂമറിക്കൽ ഫിഗർ മാത്രമാണ്. ആണോ? ഇനി എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിനെ മനസ്സിലായി. ഇനി നമ്മളോട് ചോദിച്ചു എല്ലാം ഒരു എഞ്ചിൻ നല്ലതാവണമെങ്കിൽ വലിച്ചെടുക്കുന്ന ഹീറ്റിൽ ഭൂരിഭാഗം ഹീറ്റിനെയും വർക്കായി കൺവേർട്ട് ചെയ്തിട്ട് കുറച്ച് ഹീറ്റിനെ സിംഗിളായി കൊടുക്കുന്ന എഞ്ചിൻ അല്ലേ നല്ല എഞ്ചിൻ? നമ്മൾ പറയും ആണ്. എഞ്ചിന്റെ എഫിഷ്യൻസി കൂടണമെങ്കിൽ W കൂടണം അല്ലേ? ആണോ? അപ്പൊ ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ is it possible for us to construct a heat engine which
work is equal to Q1. വലിച്ചെടുക്കുന്ന ഹീറ്റിനെ മുഴുവനായിട്ട് വർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് പറ്റുമോ എന്നല്ല, ഭാവിയിൽ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ചോദിച്ചു. നിങ്ങൾക്ക് പറ്റൂല എന്ന് ഞങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പോ പഠിച്ചു വരുന്നതല്ലേ, ഭാവിയിൽ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഭാവിയിലും പറ്റൂല. കാരണം നമ്മള് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഉണ്ടോ? ആർ യു റീകോളിംഗ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇൻ കെമിസ്ട്രി? ഓർക്കുണ്ടോ? ഓർഡർനെസ് കൂടി കൂടി വരുന്നാണോ, ഡിസോർഡർനെസ് കൂടി ഡിസോർഡർനെസ്. ഓർഡർന്ന് ഡിസോർഡറിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അല്ലെ? ആണോ? അതെ. അതായത് നമ്മളിപ്പം എന്ത് ചെയ്യുന്നാല് കെമിസ്ട്രീനെ നമ്മളെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം എന്ത് ചെയ്യുന്നാല് നിങ്ങള് പഴയ നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതേമാതിരി തന്നെ ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്, ആ ക്ലാസ്സുകളുടെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിൽ അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർഡറിൽ വരികയാണോ ചെയ്യുക, അത് പിന്നെയും ഡിസോർഡർ ആയി പോവുകയാണോ ചെയ്യുക? പിന്നെയും ഡിസോർഡർ ആയി പോകണം അല്ലെ? അപ്പം ഓർഡറിലേക്ക് കൊണ്ടുവരണേ നമ്മളൊരു വർക്ക് ചെയ്യണ വേണം അല്ലെ? അപ്പൊ എൻട്രോപ്പി ഇൻ ദിസ് യൂണിവേഴ്സ് വിൽ ഇൻക്രീസ് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കെമിസ്ട്രിയിൽ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടാവുക. ആണോ? അതേ സാധനം തന്നെയാണ് ഇവിടെ നമ്മൾ ഹീറ്റ് എഞ്ചിനെ പറ്റിയിട്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയാം. അതായത് വാട്ട്സ് ഹീറ്റ് എഞ്ചിൻ അല്ലെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അക്കോർഡിംഗ് ടു ഹീറ്റ് എഞ്ചിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഹീറ്റ് എഞ്ചിൻ ടു extract heat from the source and completely convert it into work without releasing any heat to the sink. It is impossible for a heat engine to extract heat from the source, completely convert it into work without releasing any heat to the sink. അതായത് ഒരു ഹീറ്റ് എഞ്ചിന് ഒരിക്കലും എന്ത് കഴിയില്ല, എക്സ്ട്രാക്ട് ചെയ്ത ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കായി കൺവേർട്ട് ചെയ്തിട്ട് സിംഗിലേക്ക് ഹീറ്റിനെ റിലീസ് ചെയ്യാതെ നിൽക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം പോസിബിൾ ആണെന്നാണോ പോസിബിൾ അല്ല എന്നാണോ പറയുന്നത്? പോസിബിൾ അല്ല. അവര് പറഞ്ഞു ഇറ്റ്സ് ഇംപോസിബിൾ. കാരണം എത്ര നല്ല ഹീറ്റ് എഞ്ചിൻ ആണ്, ഇനി ടെക്നോളജി എത്ര പ്രോഗ്രസ് ചെയ്തോട്ടെ, ഇപ്പൊ അല്ല ഇനി ഭാവിയിൽ എപ്പോഴാണെങ്കിലും വലിച്ചെടുക്കുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കായി കൺവേർട്ട് ചെയ്തിട്ട് ഹീറ്റിനെ സിംഗിലേക്ക് റിലീസ് ചെയ്യാതെ ഒരു എഞ്ചിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. നിങ്ങളുടെ ഒരു ബൈക്കില് പെട്രോൾ കത്തിച്ചിട്ട് ബൈക്ക് ഓടിയിട്ട് അതിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യാതെ ബൈക്ക് ഇങ്ങനെ ഓടുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. ഇപ്പം പോസിബിൾ ആണോ? അല്ല. ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും പോസിബിൾ അല്ല. Therefore, that's a statement for second law of thermodynamics regarding the heat engine. അപ്പൊ നിങ്ങൾ അത് എഴുതിക്കോ. Second law of thermodynamics on heat engine. Second law of thermodynamics on heat engine. എഴുതിയോ? Second law of thermodynamics on heat engine. Second law of thermodynamics on heat engine. Did you write that sentence? Yes, sir. Below that, it is impossible for a heat engine. It is impossible for a heat engine to extract heat from the source. Extract heat from the source and completely convert it into work. Completely convert it into work without releasing any heat to the sink. Without releasing any heat to the sink. Without releasing any heat to the sink. Sir. Yes. That's the. Sir, once more. It is impossible for a heat engine to extract heat from the source
and completely convert it into work without releasing any heat to the sink. Without releasing any heat to the sink. എഴുതിയോ? ഇപ്പം നടക്കൂല എന്നല്ല, ഒരിക്കലും നടക്കൂല അങ്ങനെ ഒരു പരിപാടി. അപ്പം നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ക്യാൻ എ ഹീറ്റ് എഞ്ചിൻ ഹാവ് 100% എഫിഷ്യൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? എഫിഷ്യൻസി 100% ആവുക എന്ന് പറഞ്ഞാൽ ഈറ്റയുടെ വില 1 ആവുക. ഈറ്റയുടെ വില 1 ആവണമെങ്കിൽ എന്താവണം? Q2 0 ആവണം. Q2 0 ആവുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. അപ്പം ഹീറ്റ് എഞ്ചിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം ഒരു ഐഡിയ ആണ് ഉണ്ടാവുക, പിന്നെ ആ ഐഡിയനെ എന്ത് ചെയ്യുന്ന ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യും. നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യുന്നാല് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നാല് നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ചിലപ്പം ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മതിയാവും. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ആദ്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് ഓഫ് ഐഡിയ ഉണ്ടാവാം. ആ ഗ്ലിംസ് ഓഫ് ഐഡിയനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡ്രീം ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെങ്ങനെ പോളിഷ് ചെയ്ത് അടുത്ത കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കും. കുറച്ചുകൂടി വെൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആക്കും. പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കുറെ ഫെയിലിയേഴ്സ് ഒക്കെ വരും. അത് ആ ഫെയിലിയേഴ്സ് പഠിച്ചിട്ട് പിന്നെ അതിനെങ്ങനെ റീ എക്സിക്യൂട്ട് ചെയ്തിട്ട് ചിലപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നാല് പുതിയൊരു സാധനങ്ങളെ കണ്ടുപിടിക്കും. അപ്പൊ എങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്ന, അത് സയൻസിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നേരെ കണ്ടുപിടിക്കുക എന്നല്ല, ഇത് റിലേ മാച്ച് മാതിരിയാണ്. അതായത് സയൻസിൽ ആൾക്കാർ ഇങ്ങനെ അറിയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അവരിങ്ങനെ അറിഞ്ഞ സാധനങ്ങളെ അവിടെ വെച്ചിട്ട് വേറെ കുറെ ആൾക്കാർ അതിനെ പിന്നെയും പഠിച്ചുകൊണ്ട് നിന്നിട്ട് അതിനെ പിന്നെയും അടുത്ത ആളുകൾ ഇങ്ങനെ മോൾഡ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ എത്തുന്ന രീതിയിലൊക്കെ എത്തുന്നത്. അത് അവര് ഒരു സാധനം ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തതായിരിക്കുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവണം എന്നില്ല. അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അത് ഇംപ്രൂവൈസ് ചെയ്ത് ഇതേമാതിരിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എഞ്ചിനെ കുറച്ചുകൂടി ഇംപ്രൂവൈസ് ചെയ്തു ജെയിംസ് സേർഡി കാർനോട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അപ്പൊ ചോദിക്കുകയാണ്, അയാൾ എഞ്ചിൻ ഉണ്ടാക്കിയോ? അയാൾ എഞ്ചിനൊന്നും ഉണ്ടാക്കിയില്ല. അയാൾ ഇതിന്റെ കുറച്ചുകൂടി ഇംപ്രൂവൈസ്ഡ് ഒരു മോഡൽ പറഞ്ഞു. ഇപ്പൊ അതൊരു വെയ്ഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എഞ്ചിനെ പറ്റിയിട്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്കെച്ച് അയാൾ പറഞ്ഞു. ദാറ്റ് വാസ് കോൾഡ് ആസ് കാർനോട്ട്സ് എഞ്ചിൻ. കാർനോട്ട്സ് എഞ്ചിൻ. The heading that you have to write now is Carnot's engine. ആദ്യം നമ്മൾ ഹീറ്റ് എഞ്ചിനെ പറ്റി പറഞ്ഞു. ആ ഹീറ്റ് എഞ്ചിന്റെ കുറച്ചുകൂടി ഡെവലപ്ഡ് വേർഷൻ ആണ് കാർനോട്ട്സ് എഞ്ചിൻ. കാർനോട്ട്സ് എഞ്ചിൻ. കാർനോട്ട്സ് എഞ്ചിൻ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ, if we have to describe about Carnot's engine, we will have to draw a diagram. And the diagram that we have to draw over here is the Carnot's engine will consist of an insulating stand. This is our insulating stand. What's IS? It is insulating. And there is a cylinder which is having ideal gas inside it. Inside the cylinder there is an ideal gas. The cylinder is placed over an insulating stand. The cylinder is placed over an insulating stand. Then to the left of this insulating stand we are having our source, which is of infinite thermal capacity and its temperature is T1. And to the right of the insulating stand, here we are having our sink, which is of infinite thermal capacity and the temperature of sink is T2. The temperature of source is T1 and the temperature of sink is T2. Then what's happening over here is, as we have mentioned in the heat engine, the cylinder will absorb a Q1 heat from the source. Cylinder ഒരു Q1 ഹീറ്റിനെ ആരെടുത്തുനിന്ന് കടം മേടിക്കും? സോഴ്സിന്റെ അടുത്ത് നിന്ന് കടം മേടിക്കും. And it will perform a W work so that the piston will move up
piston move up. Piston എന്ത് ചെയ്യും മേലോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഒരു W വർക്ക് പെർഫോം ചെയ്തിട്ട് then it will release a Q2 heat to the sink. ഒരു Q2 ഹീറ്റിനെ എന്ത് ചെയ്യും അത് സിങ്കിലേക്ക് റിലീസ് ചെയ്യും. Q1 വർക്ക് പെർഫോം അല്ലെ എന്താ Q1 ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഒരു W വർക്ക് പെർഫോം ചെയ്തിട്ട് ബാക്കി വരുന്ന Q2 ഹീറ്റിനെ എവിടേക്ക് റിലീസ് ചെയ്യും? സിങ്കിലേക്ക് റിലീസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു കാർനോട്ട്സ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. കാർനോട്ട്സ് എഞ്ചിനിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഒരു PV ഡയഗ്രാം വരച്ചു. He has drawn a PV diagram in order to explain the clear-cut working of this Carnot's engine. ഈ കാർനോട്ട്സ് എഞ്ചിന്റെ ക്ലിയർ ആയിട്ടുള്ള വർക്കിങ്ങിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ PV diagram. You know what is PV diagram? It's the graph drawn with pressure along one axis and is it velocity along the other axis or volume along the other axis? Volume along the other axis. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ് ഒക്കെ നടക്കുന്ന ആ ഒരു ഇനീഷ്യൽ സിറ്റുവേഷനിൽ ആ ഗ്യാസ് നിൽക്കുന്ന കോർഡിനേറ്റ്സ് ഇവിടെയാണ്. Let's say the gas is in an initial pressure of P1, in an initial volume of V1 and it is in an initial temperature of T1. ഈ P1, V1, T1 എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പം കാർനോട്ട്സ് എഞ്ചിനിൽ ഇയാൾ പറഞ്ഞു എക്സ്പാൻഷൻ ആക്ച്വൽ ആയിട്ട് രണ്ട് രീതിയിലുണ്ട്. There is two expansions happening in the Carnot's engine. Carnot's engine രണ്ട് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ there will be an isothermal expansion. Initially there will be an isothermal expansion. Expansion എന്ന് പറയുമ്പോൾ നമുക്കറിയാം വോളിയം കൂടണം, പ്രഷർ കുറയണം. Therefore initially in the Carnot's engine there will be an isothermal expansion. That means I'm just drawing the isothermal expansions graph like this. ഇങ്ങനെ ഒരു isothermal expansion ആദ്യം Carnot's engine നടക്കും. After this isothermal expansion, the pressure from P1 is changed to P2. Volume from V1 it is changed to V2. Temperature it is not changed, അത് T1 തന്നെ. കാരണം എന്താ? Isothermal expansion ആണ്. The expansion that we are considering over here is isothermal expansion. Therefore the volume, the temperature is not changed, but the pressure and volume is changed. അപ്പം ഒരു isothermal expansion നടന്നു. After an isothermal expansion, now there will be a sudden expansion. Sudden ആയിട്ടുള്ള ഒരു expansion. Sudden ആയിട്ടുള്ള ഈ expansion നമ്മൾ adiabatic expansion എന്ന് വിളിക്കും. എന്താണ്? Isothermal expansionന് ശേഷം വേറൊരു adiabatic expansion നടക്കും. എന്താണ് ഈ adiabatic expansion? Adiabatic expansion എന്ന് പറയുന്നത് the expansion without any heat exchange. അല്ലേ? ആണോ? Yes, sir. അങ്ങനെയാണെങ്കിൽ adiabatic expansionലും വോളിയം എന്ത് ചെയ്യും? കൂടും. പക്ഷെ ഇത് നടക്കുക കുറച്ചുകൂടി സഡൻ ആയിട്ടാണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് ലേശം കൂടി സ്റ്റീപ്പ് ആയിട്ട് ഐ ആം ജസ്റ്റ് ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സഡൻ എക്സ്പാൻഷൻ നടക്കും. എന്നിട്ട് the coordinates has changed. Now the coordinates has changed from P2, V2, T1 to adiabatic processൽ എന്താ കോൺസ്റ്റന്റ്? പ്രഷർ ആണോ, വോളിയം ആണോ, ടെമ്പറേച്ചർ ആണോ? adiabatic processൽ എന്താണ് കോൺസ്റ്റന്റ്? പ്രഷർ ആണോ, വോളിയം ആണോ, ടെമ്പറേച്ചർ ആണോ? adiabatic processൽ എന്താണ് കോൺസ്റ്റന്റ്? പ്രഷർ ആണോ, വോളിയം ആണോ, ടെമ്പറേച്ചർ ആണോ? Nothing is ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കോൺസ്റ്റന്റ് അല്ല. ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് പ്രഷർ കോൺസ്റ്റന്റ് ആണോ അല്ല, അപ്പൊ പ്രഷർ ചേഞ്ച് ചെയ്യും, P3 ആവും. വോളിയം കോൺസ്റ്റന്റ് ആണോ അല്ല, വോളിയം ചേഞ്ച് ചെയ്യും, V3 ആവും. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണോ അതും അല്ല, ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യും, T1 എന്നുള്ളത് T2 ആവും. Therefore from P2, V2, T1 we have changed the coordinates to P3, V3, T2 and this is an adiabatic expansion. Adiabatic expansion ശേഷമാണ് ഇവിടെ
ഈ ഹീറ്റ് റിലീസ് ചെയ്യാം. ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഈ എക്സ്പാൻഡ് ചെയ്ത പിസ്റ്റൺ തിരിച്ച് താഴത്തേക്ക് തന്നെ വരും. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ മേലോട്ടേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ പിസ്റ്റൺ നേരെ താഴത്തേക്ക് തന്നെ വരും. ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ആ പിസ്റ്റൺ താഴത്തേക്ക് തന്നെ വരണമെങ്കിൽ അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അവിടെ ഒരു കംപ്രഷൻ ആണ് നടക്കുക. അവിടെ എന്താ നടക്കാം? കംപ്രഷൻ. ആ കംപ്രഷനിൽ ഫസ്റ്റ് കംപ്രഷൻ ഏതായിരിക്കും പറഞ്ഞാൽ ഒരു ഐസോതെർമൽ കംപ്രഷൻ ആയിരിക്കും. വാട്ട്സ് ദ ഫസ്റ്റ് കംപ്രഷൻ ഇൻ ദിസ് PV ഡയഗ്രം? ഇറ്റ്സ് എൻ ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ കംപ്രഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? വോളിയം കുറയണം, പ്രഷർ കൂടണം, ടെമ്പറേച്ചർ മാറാതെ. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും പറഞ്ഞാൽ P3 V3 T2 എന്ന് പറയുന്ന സിറ്റുവേഷനിൽ അതിന്റെ കോർഡിനേറ്റ്സ് ഇവിടേക്ക് മാറിയിട്ടുണ്ടാവും. പ്രഷർ മാറും, അപ്പൊ P4 ആവും. വോളിയം മാറും, V4 ആവും. ടെമ്പറേച്ചറോ? ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച്, റൈറ്റ്? T2 എന്നുള്ളത് ഇവിടെ T2 തന്നെ. അപ്പം ഒരു ഐസോതെർമൽ കംപ്രഷൻ നടന്നു. ഐസോതെർമൽ കംപ്രഷൻ നടന്നിട്ട് ഫൈനലായിട്ട് ഒരു അഡിയബാറ്റിക് കംപ്രഷൻ നടന്നിട്ട് അത് അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ പോകും. ഫൈനലായിട്ട് there will be an adiabatic compression, and after that adiabatic compression it will move back to its initial state. It will move back to initial state means it will be a cyclic process. ഒരു സൈക്ലിക് പ്രോസസ്സ് പോലെ അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പഴയ മാതിരി തന്നെ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ മാറും. And for our communication purpose, let's mark this point as A, let's mark this point as B, this point as C, and this point as D. അങ്ങനെയാണെങ്കിൽ what's the process AB? AB എന്ന് പറയുന്നത് എന്താ? Is it an isothermal expansion, adiabatic expansion, Isothermal expansion. It's an isothermal expansion. Then the process BC. The process BC is a adiabatic expansion. Then the process CD, it is isothermal compression. And finally the process DA, it is adiabatic compression. ഈ ഒരു ഗ്രാഫിനെ കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കും. വാട്ട്സ് ദിസ് ഗ്രാഫ് കോൾഡ്? കാർനോട്ട് സൈക്കിൾ. വാട്ട്സ് കാർനോട്ട് സൈക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ കാർനോട്ട് എഞ്ചിനിൽ നടക്കുന്ന സൈക്ലിക് പ്രോസസ്സിനെ ആണ് കാർനോട്ട് സൈക്കിൾ. വാട്ട് ആർ ദ 4 പ്രോസസ് occurring in Carnot cycle? Isothermal expansion, adiabatic expansion, isothermal compression, adiabatic compression. ആണോ? ഇനി ഈ കാർനോട്ട് എഞ്ചിനിൽ നടക്കുന്ന ഈ പ്രോസസ് ഒക്കെ തന്നെയാണ് നമ്മളെ സാധാരണ ഒരു എഞ്ചിനിൽ നടക്കുന്നത്. നിങ്ങള് ഒരു ബൈക്കിലും കാറിലൊക്കെ പോയിട്ടില്ലേ? ഇല്ലേ? യെസ്. ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ബൈക്കിന് ഇങ്ങനെ ടുക് 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 എന്നുള്ള സൗണ്ട് ഉണ്ടല്ലേ? ഒരു ബുള്ളറ്റിന്റെ സൗണ്ട് ആണ് ടുക് 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 എന്നുള്ള സൗണ്ട് ഉണ്ട്. ആ ഓരോ ടുക് 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 എന്നുള്ള സൗണ്ടിന്റെ ഉള്ളിലും ഈ പരിപാടിയാണ് നടക്കുന്നത്. അതായത് ആ ബൈക്കിന്റെയോ കാറിന്റെയോ ഇനി എന്ത് എഞ്ചിന്റെ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ സിലിണ്ടർ ഉണ്ടാവും അല്ലെ? സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടറിന്റെ മേലെ ഒരു പിസ്റ്റൺ ഉണ്ടാവും. ആ എഞ്ചിനില് നമ്മള് ആ എഞ്ചിന്റെ ഉള്ള ഫ്യൂവലിനെ കത്തിക്കും. അതായത് പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ ആ പെട്രോൾ എഞ്ചിന്റെ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ വേപ്പർ സ്റ്റേറ്റില് ആ ഒരു കത്താൻ പറ്റുന്ന ഫ്യൂവലിനെ ഉള്ളിലേക്ക് വിടും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കത്തിക്കും. കത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും പറഞ്ഞാല് അവിടെ ഒരു ഹീറ്റ് റിലീസ് ചെയ്യും അല്ലെ? റിലീസ് ചെയ്യില്ലേ? അവിടെ ഒരു ചെറിയൊരു സ്മോൾ സ്കെയിൽ എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ മേലോട്ടേക്ക് പൊന്തും. ആ പിസ്റ്റൺ മേലോട്ടേക്ക് പൊന്തുമ്പം ആക്ച്വൽ ആയിട്ട് ആദ്യം ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കും, പിന്നെ ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ നടക്കും. പിന്നെ ആ പിസ്റ്റൺ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് താഴോട്ടേക്ക് നീങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ കത്തി കഴിഞ്ഞതിന്റെ ആ പുകയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒരു വേറൊരു സ്ഥലത്തൂടെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ ഒരു സാധനമാണ് ഒരു ടുക്ക് 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 തന്നെ പോകുന്നത്. അപ്പം
നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാല് ബൈക്ക് മൂവ് ചെയ്യുന്ന സമയത്തും കാർ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ആണോ? യെസ്. അപ്പം നമ്മൾ ഇനി ഈ ബൈക്ക് മൂവ് ചെയ്യുന്ന സമയത്തുള്ള ടുക് 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 കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് നിങ്ങൾ ആരാലോചിക്കണം? കാർനോട്ട്സ് എഞ്ചിൻ ആലോചിക്കണം. പറയാ ഓരോ ടുക്കിനുള്ളിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ, എഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, എഡിയാബാറ്റിക് കംപ്രഷൻ, ഇങ്ങനെയാണ് നടക്കുന്നത്. ആണോ? ആണോ? ഇനി നമ്മളുടെ എഞ്ചിന്റെ പവർ മാറ്റുന്നത് നമുക്ക് അതിന്റെ CC അല്ലെ? CC കുറവുള്ള എഞ്ചിൻ ഉണ്ട്, അല്ലെ CC കൂടുതലുള്ള എഞ്ചിൻ ഉണ്ട്. ബൈക്കിന്റെ CC കുറവായിരിക്കും കാറിന്റെ CC-നേക്കാൾ. ഇനി ബൈക്കിന്റെയും കാറിന്റെയും CC-നേക്കാൾ കൂടുതലായിരിക്കും ഒരു ട്രക്കിന്റെ CC ഉണ്ടാവുക. CC എന്ന് പറയുന്നത് ക്യൂബിക് കപ്പാസിറ്റി. ക്യൂബിക് കപ്പാസിറ്റി അതായത് സിലിണ്ടറിന്റെ ഉള്ളിൽ എത്ര ഫ്യൂവലിനെ അറ്റ് എ ടൈം ബേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു ക്യൂബിക് കപ്പാസിറ്റി. CC കൂടുതലുള്ള എഞ്ചിൻ ആണെങ്കിലോ, CC കൂടുതലുള്ള എഞ്ചിനിൽ അറ്റ് എ ടൈം കുറെ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാൻ പറ്റും. അറ്റ് എ ടൈം കുറെ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്ലോഷൻ ചെറുതായിരിക്കും വലുതായിരിക്കും? അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കുകയാണെങ്കിൽ അതിനുള്ള എക്സ്പ്ലോഷൻ എന്തായിരിക്കും? വലുതായിരിക്കും അല്ലെ? അപ്പം അതിൽ നിന്നുള്ള എക്സ്പ്ലോഷൻ വലുതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പിസ്റ്റണിനെ വളരെ ശക്തിയിൽ അതിന് മേലോട്ടേക്ക് നീക്കാൻ പറ്റും. വളരെ ശക്തിയിൽ മേലോട്ടേക്ക് നീക്കാൻ പറ്റും. വളരെ ശക്തിയിൽ പിസ്റ്റണിനെ മേലോട്ടേക്ക് നീക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ ആ എഞ്ചിന് നല്ല പവർ ഉണ്ടാവും അല്ലേ? അതിന് വലിയ ലോഡിനൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. Am I correct? Yes, sir. അപ്പം ഇതാണ് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് എഞ്ചിന്റെ CC എന്നൊക്കെ പറയുന്നത്. CC. ഇനി നമ്മള് ഈ ഗിയർ മാറ്റുന്ന സമയത്തില്ലേ, ഗിയർ മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സമയത്ത് ടുക് 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 നാൻ പോകുന്ന വെച്ചാല് നമ്മള് ഫസ്റ്റ് ഗിയറിലൊക്കെ ഇടുവാണെങ്കിൽ ടുക് 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 വരും. എന്താ? അതായത് എത്ര പ്രാവശ്യം ഒരു സെക്കൻഡിനുള്ളിൽ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഓരോ ഗിയർ മാറ്റുമ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് ഒരു ചെറിയ ടൈമിനുള്ളിൽ കുറേ തവണ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കും. കുറേ തവണ ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കുമ്പം അതിന്റെ പിസ്റ്റൺ നല്ല റാപ്പിഡ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ടാവും ഇല്ലേ? കറക്റ്റ്. അപ്പൊ എന്തായാലും ഈ ഒരു കാർനോട്ട്സ് എഞ്ചിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സോൾവ് ചെയ്യണം ആഫ്റ്റർ ദി ബ്രേക്ക്. ഓക്കെ, ഇതുവരെയായിട്ടുള്ള കാർനോട്ട്സ് എഞ്ചിനും കാർനോട്ട് സൈക്കിളും ക്ലിയർ ആണല്ലോ? Yes. Speak about the Carnot's engine mathematically after this break. You can take a 10 minutes break.